കോഴിക്കോട് KSRTC ടെർമിനൽ നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച വിജിലൻസ് റിപ്പോർട്ടിൽ നടപടിയെടുക്കാതെ സർക്കാർ. വിജിലൻസ് CI നൽകിയ റിപ്പോർട്ടിൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയിരുന്നു. കരാറുകാരനും ആർക്കിടെക്റ്റിനുമെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചിട്ടും നടപടിയെടുത്തില്ല. ടെർമിനലിന്റെ ബലക്ഷയം പരിഹരിക്കാനുള്ള മദ്രാസ് IITയുടെ നിർദ്ദേശവും സർക്കാർ തള്ളി. വിവരങ്ങളുമായി VS രഞ്ജിത്ത് ചേരുന്നു. VS രഞ്ജിത്ത്, ആരുടെ ഭാഗത്തുനിന്ന് വന്ന അനാസ്ഥയാണ്? ഇപ്പോൾ ഈ കെട്ടിടം നിർമ്മിച്ചതിനേക്കാൾ കൂടുതൽ തുക അതിൻ്റെ അറ്റകുറ്റപ്പണിക്കും ഒക്കെയായി ചിലവാകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവം, VS രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, സർക്കാർ അനാസ്ഥയുടെ ഒരു ബലികുടീരമായി നിൽക്കുന്ന ഒരു കെട്ടിടമാണ് കോഴിക്കോട് KSRTC ടെർമിനൽ. 75 കോടി ചെലവഴിച്ച് നിർമ്മിച്ച ഈ KSRTC ടെർമിനൽ ഇതിന്റെ 2015 ഇത് പണി പൂർത്തിയായതാണ്. ഇപ്പോഴും ഈ ടെർമിനലിൽ ഒരു വാടകയ്ക്ക് കൊടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. അതിന്റെ കാരണം 2021 ഈ കെട്ടിടം അലിഫ് എന്ന് പറയുന്ന ഒരു ടീമിന് പാട്ടത്തിന് നൽകിയിരുന്നു. പ്രതിമാസം 43 ലക്ഷം രൂപ വാടക കിട്ടേണ്ട കെട്ടിടമാണ്. പക്ഷേ ഇത് വാടകയ്ക്ക് നൽകുന്ന ആ ഘട്ടത്തിൽ ഇതിന് ബലക്ഷയമുണ്ട് എന്ന് കണ്ടെത്തി. ആ ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ ബലക്ഷയം പരിഹരിക്കാൻ വേണ്ടി 33 കോടി രൂപ ചെലവഴിച്ച് അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തണമെന്ന് മദ്രാസ് IIT പഠനം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ സർക്കാർ അതിനുവേണ്ടി അനുമതി കൊടുത്തിട്ടില്ല. കരാർ കൊടുത്തിരുന്നെങ്കിൽ കൂടി ഇനി ബലക്ഷയം പരിഹരിക്കാൻ ഇത്രയും തുക ചെലവഴിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തൽ. മാത്രമല്ല, ഇതിന്റെ വിജിലൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അന്ന് വിജിലൻസിന്റെ CE ആയിരുന്ന ഷാജി വർഗീസ് നൽകിയ ഒരു റിപ്പോർട്ട് ഇതിൽ ഗുരുതരമായ വീഴ്ച കരാറുകാരനും ആർക്കിടെക്റ്റിനും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളായിരുന്നു. അതിനടിസ്ഥാനത്തിൽ കരാറുകാരനെതിരെയും ആർക്കിടെക്റ്റിനെതിരെയും കേസെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. നിലവിൽ ഇത്ര കാലമായിട്ടും 2-2.5 വർഷമായിട്ടും അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ 2.5 വർഷത്തിനിടയിൽ ബലക്ഷയം പരിഹരിക്കാനുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല. ബലക്ഷയം പരിഹരിക്കാൻ മദ്രാസ് IIT മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അത് ധനകാര്യ വകുപ്പിന്റെ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ തള്ളിയിരിക്കുന്നു. 33 കോടി ചെലവഴിച്ച് ബലക്ഷയം പരിഹരിക്കേണ്ടതില്ല, അതിന്റെ കുറഞ്ഞ ചെലവിൽ ബലക്ഷയം പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ സർക്കാരിന് അതിന് നഷ്ടം ഇരട്ടിയാവുകയാണ്. കാരണം പ്രതിമാസം 43 ലക്ഷം രൂപ വാടക കിട്ടേണ്ട കെട്ടിടം ഇപ്പോഴും ഒന്നും ചെയ്യാതെ 2015 പണി പൂർത്തിയായി ഇപ്പോഴും ഈ കെട്ടിടം ഇങ്ങനെ അനാസ്ഥയുടെ ബലികുടീരമായി നിലനിൽക്കുന്നു. ഇപ്പോഴും ഇതിന്റെ വാടക സർക്കാരിന് കിട്ടുന്നില്ല. വാടക കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, 75 കോടി ചെലവഴിച്ച് KTDFC ആണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. KSRTCയുടെ സ്ഥലമാണ്. ഇതിന്റെ പലിശ അടക്കം ഇപ്പോൾ 150 കോടിയോളം രൂപ സർക്കാരിന് അല്ലെങ്കിൽ KSRTCക്ക് കടമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു കെട്ടിടം ഉണ്ടാക്കി 75 കോടിക്ക് അതിന്റെ പലിശ അടക്കം 150 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിന് കിട്ടേണ്ട വാടക കിട്ടുന്നില്ല. രസകരമായ കാര്യം ഈ 75 കോടിക്ക് കെട്ടിടം നിർമ്മിച്ച് അതിന്റെ ബലക്ഷയം അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാതെ വീണ്ടും 33 കോടി രൂപ വേണമെന്ന് പറയുന്നു. ഇതിന്റെ എല്ലാം കൂടി പലിശ വന്നിട്ട് 150 കോടിയോളം എത്തുന്നു. എന്നിട്ട് ഇതേ KTDFC നേരെ കോടതിയിൽ കൊണ്ട് സത്യവാങ്മൂലം കൊടുക്കുന്നു. ഞങ്ങൾക്ക് ഒന്നും കഴിയില്ല, ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷിയില്ല എന്ന് പറയുന്നു. പിടിപ്പുകേടിന്റെ പേരായി മാറുന്നുണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങൾ. വെള്ളാനകൾ എന്ന് മാത്രമല്ല, വലിയ കൊള്ളസംഘങ്ങളായിട്ട് മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കൺമുന്നിലാണ് സാധാരണക്കാരനായ മനുഷ്യരുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ടൊരു കെട്ടിടം കെട്ടിപ്പൊക്കുക, എന്നിട്ട് അതിന് ബലക്ഷയം സംഭവിക്കുക. ബലക്ഷയത്തിൻ്റെ പേരിൽ വിജിലൻസ് റിപ്പോർട്ട് വരുമ്പോൾ അന്വേഷണം പോലും നടത്താതെ, ഇതിൽ അന്വേഷണം പോലും ആ ഘട്ടത്തിൽ പൂർണ്ണമായും തൃപ്തികരമായി നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കരാറുകാരൻ ആദ്യ ഘട്ടത്തിലെ പണി നിർമ്മിച്ച് അവൻ ബില്ല് പാസ്സാക്കി പോയില്ലേ രഞ്ജിത്ത്? ഇതില് ഈ ബില്ല് പാസ്സാക്കി പോയി എന്ന് മാത്രമല്ല, അതിനുശേഷം ഇത് കെട്ടിടം അലിഫ് എന്ന് പറയുന്ന ഒരു ടീമിന് 2015 നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം അലിഫ് എന്ന് പറയുന്ന ടീമിന് കൊടുക്കുന്നത് 2021 അങ്ങനെ കൊടുത്ത ശേഷം ഈ ഒരു മദ്രാസ് IITയുടെ പഠനം വരുന്നത്. ആ പഠനത്തിനാണ് ഇതിന്റെ തൂണുകൾക്ക് 98% ബലക്ഷയമുണ്ട്, ഇതിന്റെ സ്ലാബുകൾക്ക് 58% ബലക്ഷയമുണ്ട്, ഇതിന്റെ ബീമുകൾക്ക് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ കണ്ടെത്തിയപ്പോഴാണ് ഈ ബലക്ഷയം പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ മദ്രാസ് IIT നിർദ്ദേശം വെച്ചു. ഈ ബലക്ഷയം പരിഹരിക്കാൻ 33 കോടി ചെലവഴിച്ച് ഇതിന്റെ തൂണുകൾ അതിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടെന്ന്. അങ്ങനെ 33 കോടി ചെലവഴിക്കാൻ തീരുമാനിച്ച് ഒരു തമിഴ്നാട് കമ്പനിക്ക് കൊടുത്തു. പക്ഷെ അതിലൊരു ദുരൂഹതയുണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. IIT നിർദ്ദേശിക്കുന്ന കമ്പനിക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും നഷ്ടം വരുമോ എന്ന് ധനകാര്യ വകുപ്പിന്റെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ പഠനം നടത്തിയ പഠനത്തിലാണ് ഇപ്പോൾ 33 കോടി ചെലവഴിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ആ ബലക്ഷയത്തിന്റെ കാരണക്കാരാരാണെന്ന വിജിലൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രഞ്ജിത്തെ. കൺമുന്നിലാണ് 75 കോടി നിർമ്മിച്ച ഒരു കെട്ടിടം ഇങ്ങനെ അനാഥമായി കിടക്കുന്നത്. 2.5 വർഷമായി. ഇത് കാട്ടിലെ തടി തേവരുടെ ആന എന്നല്ലാതെ മറ്റെന്താണ് ഇതിന് നമുക്ക് പറയാൻ കഴിയുക? എത്രയും പെട്ടെന്ന് അതിന്മേലുള്ള നടപടികൾ ഉണ്ടാവണം. എവിടെ നടപടി ഉണ്ടാവാൻ? കരാറുകാരൻ കെട്ടിടവും നിർമ്മിച്ച് ബലക്ഷയവും കൊടുത്ത് ബില്ലും പാസ്സാക്കി വീട്ടിൽ പോയി.